വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കുരുതി നടന്ന വീട്ടിൽ ഇപ്പോഴും അഫ്സാന്റെയും ഫർസാനയുടെയും നിലവിളി മുഴങ്ങുന്നുണ്ട്. എവിടെയും ചോരപ്പാടുകൾ, ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ. പ്രതി അഫാനുമായി തെളിവെടുപ്പിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഒരു നിമിഷം പകച്ചു. ഉറ്റവരെ കൊലപ്പെടുത്തിയ രീതിയെക്കുറിച്ച് അഫാൻ വിവരിച്ചപ്പോൾ കേട്ടുനിന്നവരുടെ ഉള്ളു പിടഞ്ഞു. കൂട്ടക്കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് അന്വേഷണ സംഘം. അതിനിടെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലാണ് നെടുമങ്ങാട് കോടതിയുടെ നടപടി. പ്രതിയെ തെളിവെടുപ്പിനായി വൈകാതെ ലത്തീഫിന്റെ വീട്ടിലെത്തി. പേരുമലയിലെ വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെയാണ് ഫെബ്രുവരി 24-ാം തീയതി സംഭവിച്ച കൊടും ക്രൂരകൃത്യങ്ങൾ 23-കാരനായ അഫാൻ പോലീസിനോട് വിശദീകരിച്ചത്. സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് താനും ഉമ്മ ഷെമിയും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റ് പോംവഴികൾ ഒന്നുമില്ലെന്ന് പരസ്പരം പറഞ്ഞു. അതിനിടെ ഉമ്മ പൊക്കോളൂ, ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിൽ ഉണ്ടായിരുന്ന ഷോൾ കഴുത്തിൽ ഇറുക്കി വരിഞ്ഞു മുറുക്കി. ഷെമി സോഫയിൽ നിന്ന് നിലത്ത് വീണു, ഒപ്പം താനും. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി തല ശക്തിയോടെ തറയിലിടിപ്പിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തുപോയി. പാങ്ങോടുള്ള കുടുംബ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വല്യമ്മ സൽമാ ബീവിയുടെ അടുത്തെത്തി എന്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞു. തുടർന്ന് തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് മുറിവേൽപ്പിച്ച് 88-കാരിയായ സൽമാ ബീവിയെയും വകവരുത്തി. അവിടെ നിന്ന് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി 2 പേരുടെ ജീവനെടുത്തു. ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് ഫർസാനയെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. കാവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതി ചോദിച്ചു. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാനയുടെ മറുപടി. തുടർന്ന് പേരുമലയിലെ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിൽ. താനും ഫർസാനയും മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചു. മുകൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി. പിന്നാലെ ആക്രമിച്ച മറ്റുള്ളവരുടെ വിവരങ്ങളും. നടുക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തല കുനിച്ച് ഫർസാന സമീപത്തെ കസേരയിലിരുന്നു. പൊടുന്നനെ നീ കരയില്ലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്ത് കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് 2 തവണ പെൺസുഹൃത്തിന്റെ നെറ്റിയിൽ അടിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്കു ചുറ്റും അടിക്കുകയായിരുന്നെന്നുമാണ് വെളിപ്പെടുത്തൽ. ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു. നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ TV ഓണാക്കിയ ശേഷം അഫ്സാന്റെ നേർക്ക് ആദ്യ ആക്രമണം. ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു 14-കാരൻ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിക്കലിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ചുറ്റിക കൊണ്ട് പലതവണ ഷെമിയുടെ തലയിൽ അടിച്ചു. രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കിയടച്ച ശേഷം താൻ പുറത്തു കടന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന അനുജന്റെ മൃതദേഹത്തിനരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമാണ് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത്. ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ടു. തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്ത് കടന്നു. ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അനുജനെയും പെൺസുഹൃത്തിനെയും അതിക്രൂരമായി ആക്രമിച്ചതിൽ കുറ്റബോധമുണ്ടെന്നും എന്നാൽ മറ്റു 3 പേരോട് തനിക്ക് അടങ്ങാത്ത പകയായിരുന്നെന്നുമാണ് തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘത്തോട് അഫാൻ നടത്തിയ വെളിപ്പെടുത്തൽ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.